മലപ്പുറം ജില്ലയ്ക്ക് 25 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ഒരാളാണ് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് അങ്ങനത്തെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. നാടിൻ്റെ വികസനത്തിന് ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഓരോ പ്രദേശത്തേക്കും വ്യക്തികൾക്കും ലഭ്യമാക്കാൻ ഇത്തരത്തിലുള്ള ജില്ലാ മണ്ഡലം അങ്ങനെയുള്ള അതിർവരമ്പുകളൊക്കെ ചുരുങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഒരു തിരൂർ ജില്ല തിരൂർ ആശ്രമമായ ജില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ കൂടുതൽ ജില്ലകൾ ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തിരൂർ MLA ശ്രീ കുർക്കോളി മൊയ്തീനാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ വീണ്ടും ഈ ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവ ചർച്ചയാകണം അതുൾപ്പെടെ ഉന്നയിച്ചൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അത് ഇത്തവണ സഭയിൽ അവതരിപ്പിക്കും? സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് UDF തലത്തിൽ സംസാരിക്കും. അതിനുശേഷം UDFൻ്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയായിരുന്നാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അത് സജീവമായി തന്നെ ചർച്ചയും വേണ്ട പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തിരൂർ സബ് കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ ചർച്ചയാവുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു അനിവാര്യതയാണ് ഈ വിഭജനം എന്നുള്ളതാണ് ഈ ചുമതലകളിലിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അതിനോട് എങ്ങനെ സമീപനം? നമ്മുടെ ബഹുമാന്യനായ സബ് കളക്ടർ, അതിനു മുമ്പ് ഇപ്പോൾ സ്ഥലം മാറിപ്പോയ നമ്മുടെ ജില്ലാ കളക്ടറും ഇതേ അഭിപ്രായം പറയുകയുണ്ടായി. ഈ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു സംഗതി എന്താണെന്ന് കരുതിയാൽ, മലപ്പുറം ജില്ലയ്ക്ക് 25 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ഒരാളാണ് ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് അങ്ങനത്തെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. 25 കൊല്ലം കഴിഞ്ഞിട്ട് അത് വളരെ വലിയ ചർച്ചയായി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നാലും നാടിൻ്റെ വികസനത്തിന് ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഓരോ പ്രദേശത്തേക്കും വ്യക്തികൾക്കും ലഭ്യമാക്കാൻ ഇത്തരത്തിലുള്ള ജില്ലാ മണ്ഡലം അങ്ങനെയുള്ള അതിർവരമ്പുകളൊക്കെ ചുരുങ്ങി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട ആരോഗ്യകരമായ ഇടപെടൽ UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തിരൂരങ്ങാടിയിലൊക്കെ നമ്മൾ കണ്ടതാണ് യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരൂർ എന്നുള്ളത് മാറി തിരൂരങ്ങാടി, മലപ്പുറം എന്നിങ്ങനെ 2 ജില്ലകളാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രമേയത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനോടൊക്കെ എങ്ങനെയാണ്? അതൊക്കെ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. പിന്നെ ഏറ്റവും നല്ല ഗുണകരമായ സാഹചര്യങ്ങളെ വിലയിരുത്തി എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അവർക്ക് പറയുന്നതിൽ അവർ ന്യായങ്ങളുണ്ടാവും. വെറുതെ തമാശക്ക് പറയുന്ന കാര്യമല്ല അതാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശരിക്കും പഠിച്ച് ഭൂമിശാസ്ത്രപരമായി എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ആണ് ജില്ലയ്ക്ക് പേരും ആസ്ഥാനവും ഒക്കെ നിർണ്ണയിക്കേണ്ടത്. എന്തായാലും സജീവമായിട്ട് ചർച്ചയിലുണ്ട്. അതുണ്ടാവും. ഒരു തിരൂർ ജില്ല തിരൂർ ആശ്രമമായ ജില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ കൂടുതൽ ജില്ലകൾ ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, നമ്മുടെ തിരൂർ മുതൽ നിലമ്പൂർ വരെ ഒരു റെയിൽവേ പദ്ധതി അങ്ങയുടെ പ്ലാനിലുണ്ടായിരുന്നു. ഇപ്പോൾ KRail പൂർണ്ണമായി റദ്ദാക്കി പുതിയ അതിവേഗ റെയിൽവേ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതുകൂടി പരിഗണിക്കപ്പെടുമോ? ഞാനതിന് പരമാവധി ഇടപെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് ഇങ്ങനൊരു ആവശ്യം വന്നാൽ ആ ആവശ്യം പരിഗണിക്കുകയാണെങ്കിൽ ഈ ജില്ലക്കകത്ത് വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്ങനെയിരുന്നാലും പുതിയ അതിവേഗ പാത ചർച്ച ചെയ്യുമ്പോൾ മലപ്പുറം ജില്ലയെ കൂടി അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് മലപ്പുറം ആസ്ഥാനത്തെ അതിൽ പരിഗണിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി ഇന്നല്ലെങ്കിൽ നാളെ തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും തിരൂരിൽ നിന്ന് പൊന്നാനിയിലേക്കുമൊക്കെ അതിനപ്പുറത്തേക്കും നെൽമൂരിൽ നിന്നും അപ്പുറത്തേക്കുമൊക്കെ നീണ്ടുപോകുന്ന രീതിയിൽ തന്നെ പുതിയ പാതകൾ വരും. അത് ഭാവിയിൽ ചർച്ചയാവും, സംവിധാനങ്ങളൊക്കെ ലഭ്യമാകുകയും ചെയ്യും. അങ്ങയുടെ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നു ഈ തിരൂർ നിലമ്പൂർ പാത എന്നുള്ളത്? എൻ്റേത് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക്. ഇപ്പോൾ വലിയ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു ജില്ല എന്ന നിലക്ക് ഈ ജനങ്ങളുടെ ഒക്കെ ബുദ്ധിമുട്ടിച്ച് ഇവിടെയുള്ള അങ്ങാടി എന്ന് പറഞ്ഞുകൂടാ, നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ട് കേൾക്കുകയാണ് നമ്മുടെ ജില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെട്രോ എന്ന ഒരാശയം കൂടി, ഒരു അർദ്ധ മെട്രോ, അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ജനവാസമില്ലാത്ത മലകൾ കുന്നുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അവിടേക്ക് സാധാ പോലെ പോവാം. അങ്ങാടിയിലൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ മെട്രോ മോഡലിൽ സംവിധാനം ചെയ്തുകൊണ്ട് അത് പോവാം. ഇവിടുത്തെ റോഡുകളൊക്കെ ഇനി വലിയ വീതി കൂട്ടുക എന്നൊക്കെ പറഞ്ഞത് വളരെ പ്രയാസകരമായിരിക്കും. അത്രയും ജനസംഖ്യയുണ്ട് അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആശയം വെച്ചത്. മാത്രമല്ല കുറച്ചും കൂടി എളുപ്പത്തിലെത്താൻ, ഇപ്പം നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടുന്ന് സത്യത്തിൽ സാധാരണഗതിയിൽ അവിടെ ഓടി എത്താൻ നമുക്കൊരു 2 മണിക്കൂറേ ആവശ്യമുള്ളൂ. എന്നാൽ 4.5 മണിക്കൂർ വേണ്ടി വന്നു. ഞാൻ ഏറ്റവും ഒരു പരിപാടിക്ക് എനിക്ക് 3 മണിക്കൂർ വൈകി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം കൂടി പൊന്തി വരാനുണ്ടായിട്ടുള്ള കാരണം.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നൗഷാദ് അലി ഇതുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ ഈ ശ്രീധരനുമായി ചർച്ച നടത്തി. അങ്ങക്ക് അങ്ങനെ ഈ ശ്രീധരനുമായൊക്കെ ചർച്ച നടത്താൻ എന്തെങ്കിലും പ്ലാനോ പദ്ധതികളോ എന്തെങ്കിലും? പല പരിപാടികളുണ്ട്, അത് അതിൻ്റെ സന്ദർഭത്തിൽ നിങ്ങൾ അറിയിക്കാം. മറ്റൊന്ന്, നമ്മുടെ ഈ തവനൂർ തിരുനാവായ പാലം അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അതിലൊരു ഇടപെടലുണ്ടാവുക? അത് ഞാൻ അതിൻ്റെ നിരന്തരം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് കോടതിയുമായി ബന്ധപ്പെട്ടാണ് അത് വർക്ക് നിർത്തിവെച്ചത്. ഇപ്പം ഞാനത് പൊതുമരാമത്ത് മന്ത്രിയെയും മറ്റും കണ്ട് അത് സജീവമാക്കി മുന്നോട്ട് പോകുവാനുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നാളെ ഇപ്പോൾ നിയമസഭ തുടങ്ങുകയാണ്. ആ മന്ത്രിയെ കണ്ട് അതിൻ്റെ സംസാരിക്കാൻ ഞാൻ കരുതിയിരിക്കുകയാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. മറ്റൊന്ന്, ഈ ത്രിമൂർത്തി സംഗമോ അതിലൂടെയാണ് ഈ പാത പോകുന്നത് എന്നുള്ളത് ഉന്നയിച്ചുകൊണ്ടാണ് ഈ ശ്രീധരൻ ഉൾപ്പെടെ പരാതിപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ അതിവേഗ റെയിൽപാതയൊക്കെ വരുമ്പോൾ അദ്ദേഹവുമായി കൂടുതൽ UDF സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് കൂടി എടുത്ത് പിന്നെ അത് മാറ്റി, അതല്ലെങ്കിൽ അതിൻ്റെ പാത മാറ്റാനുള്ള എന്തെങ്കിലും തീരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അത് എൻ്റെ മുമ്പിലില്ല. അത് സർക്കാർ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസികൾക്ക് വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ മുസ്ലിം എന്ന നിലയ്ക്ക് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് മറ്റുള്ളവരുടെ വിശ്വാസാചാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർക്കൊന്നൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെയാണ് പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേങ്കിലും അതൊക്കെ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക്, ഇപ്പോൾ വിശ്വാസികൾക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ആവശ്യമാണ്. എന്നും പഴയതുപോലെ പഴയ ആചാരങ്ങൾ തന്നെ തുടരണം. ഇപ്പോൾ മക്കത്ത് ഹജ്ജിന് മുമ്പ് നടന്നാണ് പോയിരുന്നത്. എൻ്റെയൊക്കെ പൂർവികർ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നടന്നാൽ പോകേണ്ടതെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഇപ്പോൾ വിമാനത്തിന് പോകുന്നുണ്ട്, ഇടയ്ക്ക് കപ്പൽ സൗകര്യം ഉണ്ടായിരുന്നു, അത് പോയി, അപ്പോൾ വിമാനം തന്നെയായി എല്ലാവരും. എന്നുപോലെ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള കാര്യം വിശ്വാസങ്ങൾ അവിടെ പോയി ആചാരങ്ങൾക്കൊന്നും മാറ്റില്ല. അവിടെ ചെല്ലേണ്ട പ്രാർത്ഥനകൾക്കോ അവിടെ കഴിഞ്ഞ കർമ്മങ്ങൾക്കോ ഒരു വ്യത്യാസവുമില്ല. അത് പ്രവാചകൻ്റെ കാലത്ത് കാണിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ പോകുന്നത് നടന്നു പോകുക എന്നുള്ളത് കപ്പൽ വഴിയും പിന്നെ അത് മാറിപ്പോൾ വിമാനത്തിലുമായിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും ചിലപ്പോൾ എല്ലാ വിശ്വാസികൾക്കും അങ്ങനെയൊക്കെ അവലംബിക്കാൻ കഴിയുമെന്നാണ് എൻ്റെയും വിശ്വാസം. ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. ആർക്കും ബുദ്ധിമുട്ടാകാതെയാണ് വികസനങ്ങൾ കൊണ്ടുവരേണ്ടത്. വ്യക്തികൾക്കും സമൂഹത്തിനും വിശ്വാസികൾക്കും ആർക്കും ബുദ്ധിമുട്ട് വരരുത്. UDF അതിനൊക്കെ സംരക്ഷിച്ചാൽ മുന്നോട്ട് പോകുക. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അതിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സംഘടന കൂടിയാണ്. കഴിഞ്ഞ തവണ കുംഭമേള നടന്ന സാഹചര്യത്തിൽ കണ്ടതാണ് ആ പരിസര പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നത്. പല രീതിയിൽ ഇപ്പോൾ പാർക്കിംഗ് ആയാലും മറ്റ് എന്ത് സഹായമായാലും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ ഇത്തരം പദ്ധതികളൊക്കെ അതിനെ കൂടി കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കാൻ കൂടി സാധ്യമാവില്ലേ? അതെ, അത് ഈ മേളകളും ആഘോഷങ്ങളും ആരാധനാകർമ്മങ്ങളും എന്ന് മാത്രമല്ല, പരിഷ്കരിക്കപ്പെടുകയാണ്. ജനങ്ങൾക്ക് ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. പുതിയ പുതിയ തലങ്ങളിലേക്ക് ജനങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രാ സംവിധാനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവണം. പണ്ട് കുടിലുകളാണ് താമസിച്ചിരുന്നത്. പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു. പിന്നെ ഓലയായി, പിന്നെ ഓടായി, ഇപ്പോൾ ടെറസ്. അതിൽ തന്നെ ഏറ്റവും അത്യാധുനികമായ പല സംവിധാനങ്ങൾ കൂടിയാണ് നമ്മുടെ ഭവനങ്ങൾ തന്നെ. പാവപ്പെട്ടവൻ്റെ വീടുകളിൽ പോലും AC സംവിധാനമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതനുസരിച്ച് തന്നെ എല്ലാ രംഗത്തിനും വളർച്ച അനുസരിച്ച് എല്ലാ മേഖലയിലും എന്താണോ ആവശ്യമെന്ന് പഠിച്ച് ചെയ്യാൻ മുന്നോട്ട് വരണം. കേരളയിൽ കൊണ്ടുവന്ന പോലെയല്ല വേണ്ടത്. അതൊരു പ്രാന്തമായ നയമായിരുന്നു. അത് വേറെന്തോ ലക്ഷ്യമായിരുന്നു. ജനങ്ങൾക്ക് സൗകര്യം കിട്ടുക എന്നുള്ളതിലായിരുന്നില്ല. അതിൽ വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഈ ഭരണകൂടം തയ്യാറാവും. ഇത് ജനങ്ങളുടെ സർക്കാരാണ് കേരളത്തിലുള്ളത്. ജനങ്ങളുടെ സർക്കാരാണ്. അവരാണ് വരവേറ്റത് ഈ ഗവൺമെൻറ്റിനെ. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മുടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ +1 സീറ്റ് വിഷയം. നമ്മുടെ ജില്ലയിൽ എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ വേണ്ടി കണ്ടിട്ടുള്ളത്? എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ ജില്ലക്കാരനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനനായ ഷംസുദ്ദീൻ സാഹിബ് ചുമതലയേറ്റെടുത്ത പിറ്റേ ദിവസം തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വർഷങ്ങളായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് തന്നെ കാലത്ത് ചെയ്തു വരുന്ന അഡീഷണൽ സീറ്റും ബാച്ചും അത് തുറന്നു വരിക എന്ന പ്രവണതയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റും തുറന്ന് 10 കൊല്ലം ഭരിച്ചിട്ട്. 10 കൊല്ലം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 2 കൊല്ലം അങ്ങനെ ചെയ്തോളൂ. പിന്നെ മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ വന്ന 10 കൊല്ലം ഗവൺമെൻറ് അതേ നില തുടർന്നു. മാത്രമല്ല അധികം ആവശ്യമുള്ളത് അനുവദിക്കുകയും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് അധ്വാനിക്കേണ്ടി വന്നു. പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞങ്ങൾ MLA-മാരെല്ലാവരും മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഇരുത്തി ഞങ്ങൾ സംസാരിച്ചു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു, സീറ്റ് കുറവൊന്നുമില്ല, എല്ലാ കുട്ടികൾക്കും സീറ്റ് ഉണ്ടാവും, അഡ്മിഷൻ കഴിയട്ടെ എന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി. മുഖ്യമന്ത്രി അതിനെ സപ്പോർട്ട് ചെയ്തു.
അഡ്മിഷനൊക്കെ കഴിഞ്ഞ് 17,000 കുട്ടികൾ പുറത്താണെന്നുള്ള കണക്ക് ഞങ്ങൾ ബോധിപ്പിച്ചു. അവസാനം നിർബന്ധിത സാഹചര്യത്തിലാണ് 155 ബാച്ച് അനുവദിച്ചത്. 155 ബാച്ച് അനുവദിച്ചു. അത് കണക്ക് പോലും കൂട്ടാനോ ഈ സാഹചര്യം മനസ്സിലാക്കാനോ ഗവൺമെൻറ് കഴിയുമായിരുന്നില്ല. ജനങ്ങൾ നോക്കുന്നില്ല, പ്രശ്നങ്ങൾ പഠിക്കുന്നില്ല. അതായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ ചിത്രം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ബഹുമാനീയ വിദ്യാഭ്യാസ മന്ത്രി ആ 185 സീറ്റ് ഉൾപ്പെടെ 350ഓളം സീറ്റുകൾ ആ അധിക ബാച്ചുള്ളത് ആദ്യം തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. മറ്റ് പ്രക്ഷോഭമൊക്കെ നടത്തി ബഹളം കൂട്ടിയിട്ടാണ് കിട്ടിയത്. ഞങ്ങളൊന്നും ചോദിക്കാതെ തന്നെ വെച്ച് തന്നു. ഈ പ്രാവശ്യം ഇപ്പം അങ്ങനെ പറ്റുള്ളൂ, ഭാവിയിൽ അതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞു കഴിഞ്ഞു. വളരെ സന്തോഷമല്ലേ? പക്ഷെ അത് മതിയാവില്ല, ഇനിയും വേണം. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തും. കുട്ടികളുടെ ഒരു ആവശ്യം എന്നത് പലർക്കും കഴിഞ്ഞ തവണ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും സയൻസ് വിഷയം ആഗ്രഹിച്ച ആളുകൾക്കൊക്കെ ഹ്യൂമാനിറ്റ്സ് എടുത്ത് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഇഷ്ടപ്പെട്ട വിഷയം കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? പരമാവധി ഞങ്ങൾ അതിനെ ഇടപെടും. ഒന്ന്, കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവിടെ വാസന ഏത് മേഖലയിലേക്ക് കയറാനോ അതിനനുസരിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഗത്യന്തരമില്ലാതെ എന്തെങ്കിലും കയറി പഠിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ മക്കൾക്ക്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർക്ക് കുട്ടികൾക്ക് വന്നു പോകുന്നു എന്നുള്ളത് ഒരു വലിയ ദുര്യോഗമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അത് സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. അതിന് കണ്ണു തുറന്ന് സർക്കാർ ഇടപെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടുത്തെ പോരായികൾ ഞങ്ങൾ സർക്കാരിന് ബോധ്യപ്പെടുത്തുന്നുണ്ട്, മുസ്ലിം ലീഗും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങളും അതിന് വേണ്ട ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ഒരു താൽക്കാലിക പരിഹാരം, അടുത്ത തവണ ശാശ്വത പരിഹാരം എന്നാണോ? അതെ, അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം വൈകാതെ തന്നെ ശാശ്വത പരിഹാരം അതിനുണ്ടാകും. എൻ്റെ അഭിപ്രായം, പാസ്സാകുന്ന മുഴുവൻ കുട്ടികൾക്കും പഠിക്കാൻ ഇപ്പോഴും അവരെങ്ങനെയാണോ 10ാം ക്ലാസ് പാസ്സായി വന്നത് അതേപോലെ തുറന്നു ഹയർ സെക്കൻഡറിക്ക് കൂടി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ പല വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കൃത്യമായ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും സഭ തുടങ്ങാനിരിക്കെയാണ് കൃത്യമായ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ച് കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് ഉർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.